ശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ ദിവസം വെളിപാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം, ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 1. ഇതിനു ശേഷം സ്വർഗത്തിലൊരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ പുരോഗതിക്കുള്ള സകല വാതിലുകളും അടഞ്ഞുപോയി എന്ന് തോന്നുന്ന ദുർഘട സമയങ്ങളുണ്ടാവും. സാഹചര്യങ്ങൾ നമ്മെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്ന് നാം പറയുമായിരിക്കും. പണമില്ല, സഹായിക്കുവാൻ ആളുകളില്ല, മാറാ രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോൾ പുതിയ വാതിലുകൾ ദൈവം തുറക്കും. അത് ഉയരത്തിൽ നിന്നുള്ള വാതിലായിരിക്കും. യോഹന്നാൻ പാത്മോസ് ദ്വീപിൽ തടവുകാരനായിരുന്നു. എഫേസൂസിലെ സഹവിശ്വാസികളുടെ കൂട്ടായ്മയും ഒരുമിച്ചുള്ള ആരാധനയും തനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. കുറ്റവാളികളോടുകൂടെ വെയിലും മഞ്ഞും സഹിച്ച് കഷ്ടപ്പെടുകയായിരുന്നു. ക്രിസ്ത്യാനികളെ അധികം പീഡിപ്പിക്കുന്ന വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ചക്രവർത്തിയുടെ ദൃഷ്ടിയിൽ യോഹന്നാനും സഹവിശ്വാസികളും കുറ്റവാളികളായിരുന്നതിനാൽ ഭാവി ഇരുളടഞ്ഞതായിരുന്നു. എല്ലാ രക്ഷാവാതിലും അടഞ്ഞിരുന്നു. ഒരു ഞായറാഴ്ച ഏകാന്തതയിലായിരിക്കുമ്പോൾ തനിക്കായി ദൈവം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ദർശനത്തിൽ കണ്ടു. ഉയരത്തിലേക്കായിരുന്നു ആ വാതിൽ. സ്വർഗീയ സമാധാനം യോഹന്നാനിൽ ലഭിച്ചു. ദൈവമക്കൾക്ക് ചിലപ്പോൾ വാതിലുകളെല്ലാം അടഞ്ഞുപോയ അനുഭവം ഉണ്ടാകും. യാക്കോബ് ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ബഥേലിൽ രാത്രി വിശ്രമത്തിനായി കിടന്നുറങ്ങി. സ്വർഗത്തിന്റെ വാതിൽ തനിക്കായി തുറന്നിരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു. യാക്കോബ് ശുഭപ്രതീക്ഷയോടെ യാത്ര തുടർന്നു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. പോയതുപോലെയല്ല യാക്കോബ് മടങ്ങി വന്നത്. വലിയ കുടുംബമായി മൃഗസമ്പത്തോടുകൂടെ യാക്കോബ് മടങ്ങി വന്നു. ഹൃദയശുദ്ധിയോടെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ദൈവം പുതിയ വാതിലുകൾ തുറക്കും. ദൈവമക്കൾക്ക് എല്ലാ വാതിലും അടഞ്ഞാൽ ഉയർച്ചയിലേക്ക് പുതിയ വാതിൽ തുറക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.